ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കടലക്കറി ഉണ്ടാക്കിയെടുത്തതാണ്. തലേ ദിവസം കുതിർത്ത് വെച്ചിട്ടില്ല. നല്ലൊരു ടിപ്പ് ഞാനത് കാണിച്ചിട്ടുണ്ട്. 1 മണിക്കൂർ കൊണ്ട് നമ്മളിത് കുതിർത്തെടുത്തതാണ്. ചപ്പാത്തിക്കും പുട്ടിനുമൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ കടലക്കറി. കറി ഉണ്ടാക്കുന്ന നമുക്ക് വീഡിയോയിലൊന്ന് കണ്ടു നോക്കാം. കടല കറി വെക്കുന്നതിന് നമ്മൾ തലേ ദിവസമേ കുതിരാനായിട്ട് വെക്കും. ഒരു രാത്രി മുഴുവൻ വെച്ചാണ് നമ്മൾ കടല കുതിർന്നെടുക്കുന്നത്. ഒരു ടിപ്പും കൂടെയാണ് ഇന്നത്തെ എൻ്റെ കടലക്കറിയിൽ കാണിക്കുന്നത്. നമ്മുടെ എല്ലാം വീടുകളിൽ കാസറോളുണ്ട്. ഈ കാസറോളിലേക്ക് ഞാൻ കടല കഴുകിയിട്ടില്ല, ഇട്ട് കൊടുക്കുകയാണ്. നല്ല തിളച്ച വെള്ളം നികക്കെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ കടല നമുക്ക് 1 മണിക്കൂർ ഒന്ന് കുതിരാനായിട്ട് വെക്കാം. 1 മണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോൾ നല്ലതായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ടായിരിക്കും. ഈസി ആയിട്ടും നമ്മൾ മറന്നു പോയിട്ടുണ്ട് കടല തലേ ദിവസം വെള്ളത്തിലിടാനായിട്ടും. അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയുള്ളൊരു ടിപ്പും കൂടെയാണ് ഇന്നത്തെ എൻ്റെ കടലക്കറിയിൽ കാണിക്കുന്നത്. 1 മണിക്കൂർ കഴിഞ്ഞ് നമുക്കിതൊന്ന് തുറന്നു നോക്കാം. നോക്കിയാൽ നമ്മൾ തലേ ദിവസം കുതിരാനിട്ട പോലെ തന്നെ നല്ലതായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് കഴുകിയെല്ലാം ഒന്ന് പ്രഷർ കുക്കറിൽ വെച്ചൊന്ന് വെന്തെടുക്കാം. നന്നായിട്ട് നമ്മൾ ഈ കടലയെല്ലാം 1 മണിക്കൂർ കൊണ്ട് കുതിർത്തെടുത്തിരിക്കുകയാണ്. ഇത് എല്ലാവർക്കും ഇത് ഒരു ഉപയോഗപ്രദമായിട്ടുള്ളൊരു ടിപ്പാണ് ഞാൻ കാണിച്ചു തന്നത്. നമുക്കിനി ഇതൊന്ന് വേവിച്ചും കൂടി എടുക്കാം. കടല വേകാനായിട്ട് അടുപ്പത്ത് വെച്ചു. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ വെന്തിട്ട് നമുക്കിതെടുക്കാം. കടല നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. പ്രഷർ പോയിട്ട് നമുക്ക് തുറക്കാം. നമുക്കിനിയും കടലയുടെ അരപ്പൊന്ന് റെഡിയാക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 3/4 കപ്പ് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. ഒത്തിരി വറുത്ത് മൂത്തൊന്നും എടുക്കണ്ട. നമുക്ക് നല്ലപോലെ ഒന്ന് അതിൻ്റെ വെള്ളമയമൊക്കെ ഒന്ന് മാറ്റിയെടുത്താൽ മതി. ഈ പരുവത്തിൽ തേങ്ങ മൂത്തെടുത്താൽ മതി. നമുക്കിനി ഇതിന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മൾ എണ്ണ ഒന്നും ഒഴിച്ചിട്ടില്ല. ഇതിലേക്ക് നമുക്ക് ഇതിൻ്റെ മസാലകളും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 3/4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. ഒരു 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 3/4 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഈ ചൂടുള്ള പാനിലിട്ടൊന്ന് ഇളക്കിയെടുക്കാം. മസാലയെല്ലാം നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കാം. തണുത്ത് വന്ന ഈ തേങ്ങായും മസാലയെല്ലാം കൂടെ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു. 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നല്ലതായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുത്തോണ്ട് വരാം. നല്ല ഫൈനായിട്ട് അരപ്പെല്ലാം അരച്ചെടുത്തു. നമുക്കിത് മാറ്റി വെക്കാം. കടലയുടെ പ്രഷറും എല്ലാം പോയി നമുക്കൊന്ന് നോക്കാം. നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി ഇത് മസാലയൊക്കെ ചേർത്തൊന്ന് റെഡിയാക്കിയെടുക്കാം. കടല മസാലയൊക്കെ ഇട്ടെടുക്കുന്നതിനായിട്ട് ഞാനൊരു ചട്ടിയാണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഇത്തിരി കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു ചെറിയ സവാള ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. കറിവേപ്പിലയും സവാളയും എല്ലാം നല്ലതായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഫൈനായിട്ട് അരച്ചെടുത്ത് അരപ്പിട്ട് കൊടുക്കാം. ഈ അരപ്പ് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നല്ല എണ്ണയൊന്ന് തെളിയുന്നിടം വരെ വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആ മിക്സി കഴിയുക വെള്ളം കുറച്ചുണ്ട്, അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. അരപ്പ് നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക്
വെന്ത കടല ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചപ്പാത്തിക്കും പുട്ടിനുമൊക്കെ നല്ല രുചിയാണ് ഈ കടലക്കറി. ഇതൊന്ന് കുറച്ച് വെള്ളം വറ്റുന്നിടം വരെ നമുക്കൊന്ന് വെന്തെടുക്കാം. നമുക്ക് കടലക്കറി ഒന്ന് നോക്കാം. കടലക്കറി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ചപ്പാത്തിക്കും പുട്ടിനുമൊക്കെ പറ്റിയ കടലക്കറിയാണ്. നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇത്തിരി മല്ലിയില ഒന്ന് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല ടേസ്റ്റാണ് ഈ കടലക്കറിക്ക്. എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നല്ല വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബായ്.